കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ 2017 ആരംഭ ദിവസം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2017 നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് തന്നിട്ടുണ്ട്. ആ ദൂതുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഇന്ന് ഈ സമയത്ത് വന്നിരിക്കുന്നത്. അതിനാധാരമായ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യവും, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യവും, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ഉം അതിന്റെ 14-ാം വാക്യം, 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ പോകുന്നത്. ആദ്യം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണിക്കുന്നതിനെ വലിയവനാക്കുവാൻ തുടങ്ങും. 4-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെയും മുൻപാകെ വലിയവനാക്കി. കർത്താവ് യോശുവയോട് പറഞ്ഞ വാക്ക്, അത് നിവർത്തീകരിക്കുന്ന വാക്ക് ഇതാണ് ഇന്ന് പകൽ നിങ്ങളോടുമായി ഞാൻ സംസാരിക്കുന്നത്. 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവയായ ദൈവം യോശുവയോട് പറയുകയാണ്, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ ഇന്ന് അവർ കാണിക്കാൻ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെ മുൻപാകെ വലിയവനാക്കി. ദൈവമക്കളെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മളത് പരിപൂർണമായി വിശ്വസിക്കണം. 2016 കർത്താവ് നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. 2017 ആരംഭ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, അവൻ നിങ്ങളെ വലിയവനാക്കും. നിങ്ങളെ നിന്ദിച്ച, അപമാനിച്ച, പരിഹസിച്ച, നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞ എല്ലാവരുടെയും മുൻപാകെ, നിങ്ങൾക്ക് എന്തു ഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുൻപാകെ കർത്താവ് നിങ്ങളെ തീർച്ചയായും വലിയവനാക്കും. ഇവിടെ യോശുവയോട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ മുഴുവൻ കാണിക്കുന്നതിനെ വലിയവനാക്കും. 3-ാം അധ്യായത്തിൽ എന്ന് പറയുമ്പോൾ, 4-ാം അധ്യായത്തിൽ അന്ന് യഹോവ ഇസ്രായേലിന് മുൻപാകെ യോശുവയെ വലിയവനാക്കി. അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റാത്ത ദൈവമാണ്. ദൈവത്തിന് ബാക്കിയെല്ലാം സാധിക്കും. ആകാശം മാറ്റുവാൻ കർത്താവിന് ഒരു വാക്ക് മതി, ഭൂമിയെ മാറ്റുവാൻ കർത്താവിന് ഒരു മാറ്റം മതി, മലയെ മാറ്റുവാൻ കർത്താവിന് ഒരു വാക്ക് മതി. എന്നാൽ മാറ്റാൻ പറ്റാത്തത്, കർത്താവ് പറഞ്ഞ വാക്ക് കർത്താവിന് പോലും മാറ്റാൻ പറ്റില്ല. അതാണ് കർത്താവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യന് മാറ്റാൻ പറ്റുന്നത് വാക്ക് മാത്രമേ ഉള്ളൂ. അവന് ആകാശം മാറ്റാൻ പറ്റില്ല, ഭൂമിയെ മാറ്റാൻ പറ്റില്ല, മല മാറ്റാൻ പറ്റില്ല. മനുഷ്യന് വാക്ക് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വാക്ക് മാറ്റുന്ന മനുഷ്യൻ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവന് ബാക്കിയുള്ളത് മുഴുവൻ മാറ്റാൻ പറ്റും. പക്ഷേ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറ്റാൻ അവന് സാധ്യമല്ല. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഞാനൊരു വചനം അയച്ചാൽ അതൊന്ന് പ്രവർത്തി ചെയ്ത് മടങ്ങി വരുമെന്ന് പുസ്തകത്തിൽ പറയുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതവന് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ യോശുവയെ അദ്ദേഹം, പിതാവായ ദൈവം വലിയവനാക്കി. നമ്മളൊക്കെ ഒരാളെ വലിയവനാക്കുക എന്ന് പറയുമ്പോൾ പലരെയും നമ്മൾ വലിയവരാക്കാറുണ്ട്. മനുഷ്യർ പലരെയും വലിയവരാക്കാറുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാൽ ആ ആക്കിയവർ തന്നെ അവനെ ചെറിയവനാക്കും. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, മനുഷ്യർ നമ്മളെ വലുതാക്കിയാൽ, അവർക്കൊരു അനിഷ്ടം നമ്മളോട് തോന്നിയാൽ അവർ തന്നെ നമ്മളെ ചെറുതാക്കും. എന്നാൽ ദൈവം നേരെ തിരിച്ചാണ്. ദൈവം ഒരുവനെ വലിയതാക്കിയാൽ ആർക്കും താഴ്ത്താൻ പറ്റാത്ത തരത്തിൽ അവനെ വലുതാക്കും. ഒരു ശക്തിക്ക് അവനെ താഴ്ത്താൻ പറ്റുകയില്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ യോശുവയെ ദൈവം വലിയവനാക്കി. ഇസ്രായേൽ മുഴുവൻ കാണുക ദൈവം വലിയവനാക്കി. എന്താണ് യോശുവയെ വലിയവനാക്കാൻ കാരണം? സാധാരണ നമ്മൾ ഒരാൾ വലിയവനാകുമെന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അതിനനുസരിച്ചുള്ള പശ്ചാത്തലങ്ങൾ അവരുണ്ടായിരിക്കണം. നല്ല കുടുംബ പശ്ചാത്തലം, നല്ല വിദ്യാഭ്യാസം, നല്ല സാമ്പത്തികം, നല്ല ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരുവരെ വലിയവനാക്കും അല്ലെങ്കിൽ വലിയവനാക്കാൻ ആഗ്രഹിക്കുന്നത്.
അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യോശുവയോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നോ? നാം പുസ്തകം പഠിച്ചാൽ യോശുവ എഫ്രൈം ഗോത്രത്തിൽ ജനിച്ചവരാണ്. നമുക്കറിയാം എഫ്രൈം എന്ന് പറയുന്നത് ജോസഫിന്റെ ഇളയ മക്കളിൽ ഒരുവനാണ്. യാക്കോബിന്റെ തലമുറയായ ജോസഫ് മിസ്രൈമിൽ പോയി അവിടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുമ്പോ യാക്കോബും സഹോദരങ്ങളും മിസ്രൈമിൽ വന്ന് ജോസഫിനെ കാണുന്നു. അപ്പോൾ ജോസഫിന്റെ രണ്ട് തലമുറകൾ അവിടെ വെച്ച് യാക്കോബ് കാണുകയാണ്. മനശ്ശെയും എഫ്രൈമും. മൂത്തവൻ മനശ്ശെ, രണ്ടാമത്തവൻ എഫ്രൈം. സാധാരണ നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ മൂത്ത ആളുകൾക്കാണ്, മൂത്ത പുത്രനാണ് ജ്യേഷ്ഠാവകാശം. അപ്പൻ കഴിഞ്ഞാൽ അധികാരം, ഭവനത്തിന്റെ അവകാശം, അനുഗ്രഹം ഒക്കെ മൂത്ത ആൾക്കാർ. പ്രധാനപ്പെട്ട ഒരു വ്യക്തി വന്നാൽ അനുഗ്രഹിക്കാൻ കൊണ്ടു നിർത്തി കൊടുക്കുന്നത് മൂത്ത പുത്രനെ. ഇവിടെയും യോസഫിന്റെ അപ്പൻ യാക്കോബ് മിസ്രൈമിൽ വന്നപ്പോ ജോസഫ് എന്ത് ചെയ്തു? മനശ്ശെയെ എഫ്രൈമിനെയും കൊണ്ടുവന്ന് നിർത്തി. മനശ്ശെയെ യാക്കോബിന്റെ വലതു ഭാഗത്ത് നിർത്തി, എഫ്രൈമിനെ ഇടതു ഭാഗത്ത് നിർത്തി. കാരണം മൂത്ത പുത്രനാണ് അനുഗ്രഹം. രണ്ടുപേരെയും കൊണ്ടുവന്ന് നിർത്തി. എന്നാൽ ഉൽപ്പത്തി 48 1-14 വാക്യങ്ങൾ വായിക്കുമ്പോ അവിടെ നിന്ന് ഒരു സംഭവം നടക്കുകയാണ്. ഇങ്ങനെ അനുഗ്രഹിക്കുവാൻ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ യാക്കോബ് ചെയ്തൊരു കാര്യം, കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. ഇടത് സൈഡിൽ നിന്ന് ഇളയവനായ എഫ്രൈമിനെ വലത് കൈ കൊണ്ട് അനുഗ്രഹിക്കുകയും വലതു ഭാഗത്തു നിന്ന മൂത്തപുത്രൻ അവകാശിയെ ഇടത് കൈ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പൊ അനുഗ്രഹം സത്യത്തിൽ ആർക്ക് വന്നു? എഫ്രൈമിന് വന്നു. ജോസഫിന് ഇത് വലിയ പ്രയാസമായി. ആ ഭാഗത്ത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ജോസഫിന് പ്രയാസമായി. ജോസഫ് അപ്പനോട് പറഞ്ഞു, അപ്പൻ തെറ്റാ ചെയ്തത്, മൂത്തവൻ മനശ്ശെയാണ്. ഉടൻ യാക്കോബ് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. ഇളയവൻ മൂത്തവനേക്കാൾ വലിയവനാകും. ഒരു അനുഗ്രഹത്തിന്റെ ദൂത് അവിടെ പകരുകയാണ്. അനുഗ്രഹവും അവകാശവും ദൂതും കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണമേ, അർഹതയില്ലാതെ അനുഗ്രഹം പ്രാപിച്ച, അർഹതയില്ലാതെ അവകാശം പ്രാപിച്ച ഒരു സന്തതിയാണ് എഫ്രൈം. ആ എഫ്രൈമിന്റെ സന്തതി പരമ്പരയിലാണ് യോശുവ ജനിച്ചത്. ശ്രദ്ധിക്കണം, അർഹതയില്ലാതെ ജ്യേഷ്ഠാവകാശവും അർഹതയില്ലാതെ അധികാരവും അനുഗ്രഹവും കിട്ടിയ എഫ്രൈമിന്റെ തലമുറയിൽപ്പെട്ട ആ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരുവനായിരുന്നു യോശുവ. പക്ഷെ പിന്നീട് നമുക്ക് അവരെ കാണാൻ കഴിയുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിനകത്ത് 7-ാം അധ്യായത്തിനകത്ത് എഫ്രൈമിന്റെ സന്തതികളെ കുറിച്ച് പറയുന്നുണ്ട്. 9 പേര് 20-ാം വാക്യം മുതൽ കൊടുത്തിട്ടുണ്ട്. എഫ്രൈമിന്റെ സന്തതികൾ, എഫ്രൈമിന്റെ പുത്രന്മാർ ശൂദലേഹ്, ബേരദ്, തഹത്ത്, ഏലാദ, തഹത്ത്, സബാദ്, ശൂദലേഹ്, ഏലാദ. ഇങ്ങനെ 9 പുത്രന്മാരുടെ പേര് പറയുന്നുണ്ട്. അവർ ചെയ്ത ഒരു പ്രവൃത്തി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ ആ ദേശനിവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അർഹതയില്ലാതെ അനുഗ്രഹവും അധികാരവും അവകാശവും പ്രാപിച്ചവന്റെ സന്തതി ചെയ്ത പ്രവൃത്തി നിങ്ങൾ കണ്ടോ? നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മോഷണം തൊഴിലാക്കി. അവർ താമസിച്ച ദേശനിവാസികളായ ഗത്യരുടെ കന്നുകാലികളെ മോഷ്ടിപ്പാൻ ചെന്നു. ആരാ ഗത്യര്? മല്ലന്മാരാണ്. നമുക്കറിയാം ഗത്യനായ ഗോലിയാത്ത്. അവരുടെ കന്നുകാലികളെ മോഷ്ടിപ്പാൻ ചെന്നു, അപഹരിപ്പാൻ ചെന്നു. അവർ അവരെ പിടിച്ച് 9 എണ്ണത്തിനെയും കൊന്നുകളഞ്ഞു. ഒരു തലമുറയുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കണം. അർഹതയില്ലാതെ അനുഗ്രഹവും അധികാരവും അവകാശവും പ്രാപിച്ച ഒരു തലമുറ ഇന്ന് നിശേഷം നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. കയ്യിലിരിപ്പ് കൊണ്ട് അനുഗ്രഹവും അധികാരവും അവകാശവും നഷ്ടപ്പെടുത്തിയ ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. അവിടെ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവരുടെ പിതാവായ എഫ്രൈം ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. തന്റെ തലമുറ മുഴുവൻ
ഉണ്ടാക്കി നഷ്ടപ്പെട്ടത് കണ്ട് ഏറിയ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അവന് പിന്നെയും സന്തതികൾ ജനിച്ചു. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ 26-ാം വാക്യത്തിൽ അവന്റെ മകൻ എലീശ, അവന്റെ മകൻ നൂൻ, നൂന്റെ മകൻ യോശുവ. വീണ്ടും സന്തതി ജനിച്ചു. ആ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരുവനായിരുന്നു നൂന്റെ മകനായ യോശുവ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ കഥാപാത്രം. അപ്പൊ ശ്രദ്ധിക്കണം, അർഹതയില്ലാതെ അനുഗ്രഹവും അധികാരവും അവകാശവും പ്രാപിച്ച ഒരുവന്റെ തലമുറ പിന്നീട് മോഷ്ടാക്കളെന്ന ദുഷ്പേര് പ്രാപിച്ച ഒരു കുടുംബത്തിലാണ് ആര് ജനിച്ചത്? യോശുവ ജനിച്ചത്. എഫ്രീം എന്ന് പറയുന്ന തലമുറയിൽപ്പെട്ട ഒരു പിൻഗാമിയായിരുന്നു യോശുവ. അവരവിടെ കൊണ്ട് അവസാനിച്ചില്ല. ആ തലമുറയും പിന്നീട് പാപം ചെയ്തു എന്ന പുസ്തകം പറയുന്നു. മോഷണ കുടുംബത്തിൽ നിന്നാണ് കർത്താവ് ഒരുവനെ വലിയവനാക്കാൻ ശ്രമിച്ചത്. ഇതാ പറയാൻ വന്നതിന്റെ കാര്യം. പിന്നീട് എഫ്രീം, ഹോശിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ എഫ്രീമിനെ കുറിച്ച് പിന്നീട് കാണുന്നത്, എഫ്രീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. അന്യജാതികൾ അവന്റെ ബലം തിന്നുകളഞ്ഞു, എങ്കിലും അവർ അറിയുന്നില്ല. അവൻ അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു, എങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അവൻ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ടില്ല, അവനെ അന്വേഷിച്ചിട്ടുമില്ല. നോക്ക് ദൈവം, ഇതല്ലേ അർഹതയില്ലാതെ അനുഗ്രഹം പ്രാപിച്ചവന്റെ തലമുറ പോയ പോക്ക് നിങ്ങൾ കണ്ടോ? പ്രമാണം മുഴുവൻ നഷ്ടപ്പെടുത്തി ദൈവത്തെ തിരസ്കരിച്ച് ജീവിക്കുകയാണ്. അന്യജാതികളോട് ഇടകലർന്നിരിക്കുന്നു. ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ഒരു കാലത്ത് പ്രമാണത്തിനു വേണ്ടി നിന്ന് അനുഗ്രഹം പ്രാപിച്ചവരുടെ തലമുറ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാര്യമെന്താ? ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. അന്യജാതികളുടെ ബലം തിന്നിരിക്കുന്നു, പക്ഷെ അറിയുന്നില്ല. അവർ അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു, അറിയുന്നില്ല. അഹംഭാവം അവന്റെ മുഖത്ത് നിഴലിക്കുന്നു. അവൻ യഹോവയുടെ അടുക്കിലേക്ക് അവർ മടങ്ങി വരുന്നില്ല, യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. ഹോശിയ പ്രവാചക പുസ്തകം 4-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പറയുന്നു, എഫ്രീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക, മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. നോക്കിയാട്ടെ, പോയ പോക്ക് നിങ്ങൾ കണ്ടോ? അർഹതയില്ലാതെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച, അർഹതയില്ലാതെ അധികാരം പ്രാപിച്ച, അർഹതയില്ലാതെ അവകാശം പ്രാപിച്ച ഒരുവന്റെ തലമുറ ഇന്ന് ദൈവത്തെ വിട്ടുകളഞ്ഞ് വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായി. ദൈവം പറയുകയാണ്, എഴുതിയിരിക്കുന്നു, അവരോട് അകന്നു നിൽക്കണം. വിഗ്രഹത്തോട് കൂട്ടാളിയാകുന്നവരുമായി നമ്മൾ അകന്നു നിൽക്കണം. പുസ്തകം പറഞ്ഞു, ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന പോലെയാണ്. ഈ കാലഘട്ടത്തിൽ ദ്രവ്യാഗ്രഹം അകത്തു കയറി. അതുകൊണ്ടല്ലേ എഫ്രീമിന്റെ തലമുറ ദേശത്തിറങ്ങി മോഷണത്തിന് പോയത്? ലഭിച്ചതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവർക്ക് കഴിയുന്നില്ല. അവർ അത്യാഗ്രഹികളായി മാറി. ദ്രവ്യം പാപമല്ല, പക്ഷെ ദ്രവ്യാഗ്രഹം പാപമാണ്. അത് വിഗ്രഹാരാധനയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം തന്നതിൽ തൃപ്തിപ്പെടാൻ കഴിയാതെ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ മറ്റു പലതിലേക്കും തിരിയുമ്പോൾ, മറ്റു പല ബിസിനസ്സിലേക്കും തിരിയുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മൾ വിഗ്രഹാരാധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തോട് നമ്മൾ ഇടകലരുകയാ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ ബാലപാഠങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത്, ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുതെന്ന് പുസ്തകം പറയുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകസ്നേഹം നമ്മുടെ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട എന്ന് പാടിയവർ ഇന്ന് ലോകമയമായ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പേരെനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ ഇന്ന് ലോകത്തിൽ പേരുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഫ്രീം ജാതികളോട് ഇടകലർന്നു. എഫ്രീം ജാതിക്കാൾ അവരുടെ ബലത്തെ തിന്നുകളഞ്ഞു. അവൻ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ല, യഹോവയുടെ മുഖം അന്വേഷിക്കുന്നില്ല. എഫ്രീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. മദ്യപാനം, പരസംഗം, ഇതെല്ലാം അവന്റെ പ്രവർത്തികളായി മാറുകയാണ്. അതുകൊണ്ട് എഫ്രീമിന് 2 പേര് വന്നു. ഒന്ന്, മറിച്ചിടാത്ത ദോശ.
മറിച്ചിടാത്ത ദോശ. എഫ്രീമിനെ കുറിച്ച് പറയാണ്. എഫ്രീം 7-ാം അധ്യായം 8 ഹോശേയുടെ പുസ്തകം 7-ാം അധ്യായം 8-9 വാക്യത്തിൽ എഫ്രീം മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ രുചിക്കാൻ പറ്റില്ല, ഉപയോഗമില്ല. ഒരു കാലത്ത് നമ്മളെ കുറിച്ച്, നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച്, അവർ പ്രാർത്ഥനക്കാർ, അവരുടെ അടുക്കൽ പോയാൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സ്വസ്ഥത കിട്ടും, അവർ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് എന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ കുറിച്ച് പറഞ്ഞു. അന്ന് അവരെ കുറിച്ച് പറഞ്ഞത് പെന്തക്കോസ്തുകാരെന്നാ, ഇന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞത് പെന്തക്കോസ്തുകാരെന്നാ. പക്ഷേ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു, ഉപയോഗമില്ലാതായി. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അന്നുള്ള ദൈവമക്കൾ ആരാധനക്കാരായിരുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നവരായിരുന്നു, അവരുടെ കൂട്ടായ്മകൾ ആരാധനയായിരുന്നു വെളിപ്പെട്ടത്, അവരെ വിളിച്ചിരുന്ന ആരാധനക്കാരെന്നാണ്. എന്നാൽ ഇന്ന് നമ്മളെ ആരും ആരാധനക്കാരെന്ന് വിളിക്കുന്നില്ല. അതിന് കാരണം ഇന്ന് നമ്മൾ ആവശ്യക്കാരായി മാറിയിരിക്കുകയാണ്. ആരാധനക്കാരെന്നുള്ള പേര് നഷ്ടപ്പെട്ട് നമ്മൾ ആവശ്യക്കാരാണ്. ഏത് പ്രാർത്ഥനയും ആവശ്യം പറയാനുള്ള പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തൃ ദിവസം ആവശ്യങ്ങൾ എഴുതി വെച്ച് നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏത് മീറ്റിംഗ്, കൊട്ടേജ് മീറ്റിംഗ് ആട്ടെ, ഏത് മീറ്റിംഗ് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന പ്രാർത്ഥനാ മീറ്റിംഗുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചത് ദൈവം തമ്മിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനാ. അർഹതയില്ലാതെ ലഭിച്ച നന്മകളെ ഓർത്ത് ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായി നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുവാനുള്ള അവസരങ്ങളാണ് നമ്മുടെ കൂട്ടായ്മകൾ. ഇവിടെ എഫ്രീം മറിച്ചിടാത്ത ദോശ, ഉപയോഗമില്ല. രണ്ടാമത് പൊട്ടപ്രാവ് പോലെ. എന്താ കാര്യം? താഴെ ഏതെങ്കിലും നന്മ വിരിച്ചത്, നന്മ ഇട്ടിട്ട് അതിന്റെ പുറത്ത് വല വിരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാതെ നന്മ കണ്ട് ചാടി ഇറങ്ങി വലയിൽ കുരുങ്ങുകയാണ്. ബന്ധനം, പോരാട്ടം. പൊട്ടപ്രാവ് പോലെ, ബുദ്ധിയില്ലാത്ത പ്രാവ് പോലെ എഫ്രീമായി മാറി. ശരിയല്ലേ? ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു നന്മ കാണിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന വല കാണാതെ ആ നന്മയുടെ പുറകെ പോകുന്നവരല്ലേ നമ്മൾ? ദൈവമക്കളുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും സൗഖ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാര്യം ഈ ലോകത്തിലെ ചപ്പും ചവറും കാണിച്ച് ദൈവമക്കളെ അതിലേക്ക് വശീകരിക്കുകയാണ് ഇന്ന് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കൾ അതിൽ വീണുപോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യോശുവയെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഇവർ കാണുക വലിയവനാക്കും. ഒരു പേരുമില്ല, ഒരു നല്ല പശ്ചാത്തലവുമില്ലാത്ത ഒരു കുടുംബത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് യോശുവയുടെ ദൈവം പറയണമെങ്കിൽ അവരിൽ ചില ദൈവം കണ്ടിട്ടുണ്ട്. എന്റെ ദൂത് അതാണ്. ദൈവമക്കളെ തിരിച്ചറിയുക. ഒരുപക്ഷെ നിനക്ക് ഈ നല്ല കുടുംബ പശ്ചാത്തലമില്ലായിരിക്കാം, നല്ല പാരമ്പര്യം ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം, ഒരുവനെ വലിയവനാക്കേണ്ട ഒരു യോഗ്യതയും ഉണ്ടായിരിക്കത്തില്ലായേക്കാം. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയുക, അതൊന്നും തമ്പുരാൻ വിഷയമല്ല. നിന്നിലുള്ള ചില പ്രത്യേകതകൾ കണ്ട് കർത്താവിന് നിന്നെ വലിയവനാക്കുവാൻ കഴിയും. എന്താണ് യോശുവയുടെ പ്രത്യേകത? യോശുവയെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് യോശുവയെ വലിയവനാക്കുവാൻ എന്താ കാര്യം? 1, 2, 3 കൂട്ടം കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കാൻ നിങ്ങൾ ഒരു ആലയം പണിയണം. എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കണം, അതിനൊരു ആലയം പണിയണം. പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായിരുന്ന യഹോവ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കണം, അതിനുവേണ്ടി നിങ്ങളൊരു ആലയം പണിയണം. അതിനെ ഇന്ന ഉപകരണങ്ങൾ കൊണ്ട് പണിയണം, ഇന്ന മരം അതിന് ഉപയോഗിക്കണം, ഇന്ന ആളുകൾ അത് പണിയാൻ ഉപയോഗിക്കണം, അതിന്റെ അളവും വീതിയും നീളമെല്ലാം ഇന്നതായിരിക്കണം. ദൈവം വസിക്കണമെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ കാര്യങ്ങൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ദൈവം വസിക്കത്തുള്ളൂ. നമ്മളിന്ന് വിളിക്കുന്നിടത്ത് ദൈവം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. അവസ്ഥയ്ക്കനുസരിച്ച് ചലിക്കുന്നവനല്ല ദൈവം. ദൈവം വ്യവസ്ഥയ്ക്കനുസരിച്ച് ചലിക്കുന്ന ദൈവമാണ്. മോശയെ കുറിച്ച് പറഞ്ഞത്, മോശ അങ്ങനെ തന്നെ അപ്രകാരം തന്നെ പണിഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ പണിഞ്ഞു, ദൈവം പറഞ്ഞ അളവിൽ പണിഞ്ഞു. അതിനുശേഷം ദൈവം ശെഖേനയായി, ദൈവ സാന്നിധ്യമായിട്ട് ഈ സമാഗമന കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരും ഈ തേജസ് കാണുവാൻ അവരവരുടെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. മോശയും അവന്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന യോശുവയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. ദൈവ തേജസ് ആ സമാഗമന കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നു. ആ കാഴ്ച എല്ലാവരും കണ്ടു.
കാഴ്ച കണ്ട ശേഷം അവരവർ അവരുടെ ഭവനത്തിനകത്തേക്ക് കയറിപ്പോയി, കൂടാരത്തിലേക്ക് കയറിപ്പോയി. പുസ്തകം പറയുന്ന മോശയും, നായകനായ മോശയും താൻ തന്റെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക്, യോശുവ കൂടാരം വിട്ടുപിരിയാതെ ഇരുന്നു. സമാഗമന കൂടാരം വിട്ടുപിരിയാതെ ഇരുന്നു. തേജസ്സിനകത്ത് തന്നെ അവൻ ഇരുന്നു. ആ കാഴ്ചക്കകത്ത് തന്നെ ഇരുന്നു. അവിടെ നിന്ന് പോകുവാൻ അവന് താല്പര്യമില്ല. എന്താ യോശുവയെ തിരഞ്ഞെടുക്കാൻ കാരണം? അവന്റെ പിതാക്കന്മാർ ദൈവത്തെ അന്വേഷിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവമുഖം അന്വേഷിക്കാതെ, ദൈവത്തോട് അകന്ന് മാറി വിഗ്രഹാരാധനയിലേക്കും ജാതികളുടെ അനുഭവങ്ങളിലേക്കും പരസംഗത്തിലേക്കും മദ്യപാനത്തിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ എന്താ ആ കൂട്ടത്തിൽ നിന്ന് യോശുവയെ ദൈവം വലിയവനാക്കുവാൻ കാരണം? ഇവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിച്ചില്ല. സമാഗമന കൂടാരം വിട്ടുപിരിയാതെ കാത്തിരുന്നു. തന്റെ നേതാവ്, തന്റെ നായകൻ മോശ തിരിച്ചു പോയിട്ടും, ബാക്കിയുള്ളവർ മുഴുവൻ കൂടാരത്തിലേക്ക് പോയിട്ടും യോശുവ പോയില്ല. ദൈവ സാന്നിധ്യം വിട്ടുപിരിയാതെ ഇരുന്നവൻ, കൂടാരം വിട്ടുപിരിയാതെ ഇരുന്നവൻ. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, നിന്റെ പശ്ചാത്തലം എന്താകട്ടെ, ദൈവത്തിന് തന്നെ വലിയവനാക്കാൻ കഴിയും. ദൈവ സാന്നിധ്യത്തിനകത്തു തന്നെ നീ ആയിരുന്നാൽ, ദൈവ സാന്നിധ്യം വിട്ടുപിരിയാതെ നീ ഇരുന്നാൽ, ദൈവ ശബ്ദത്തിനകത്തു തന്നെ നീ ആയിരുന്നാൽ ദൈവത്തിന് തന്നെ വലിയവനാക്കുവാൻ കഴിയും. രണ്ട്, എന്തുകൊണ്ടാണ് യോശുവയെ ദൈവം വലിയവനാക്കിയത്? പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വരിക. നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി വരിക. അവിടെ വെച്ച് ഞാൻ എന്റെ കൽപ്പനകളെ ഞാൻ നിനക്ക് തരും. ഇസ്രായേൽ മക്കൾ എങ്ങനെ നടക്കണം, അവരെന്ത് പ്രമാണിക്കണമെന്നുള്ള കൽപ്പനകൾ ഞാൻ നിനക്ക് തരും. മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക്, ഹോരേബ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി. കൂടെ യോശുവയുമുണ്ട്. എന്നാൽ ഒരു സ്ഥലത്തെത്തിയപ്പോ മോശ യോശുവയോട് പറഞ്ഞു, യോശുവയെ നീ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് മടങ്ങി വരാം. യോശുവയെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് മോശ കടന്നു പോവുകയാണ്. പിന്നീട് നമുക്കറിയാം, മോശ വരാൻ താമസിച്ചപ്പോൾ താഴെയുള്ള 12 ഗോത്രം മോശ ഇനിയും വരത്തില്ലെന്ന് പറഞ്ഞ് അവരവന്റെ അടുക്കൽ ചെന്ന് ഞങ്ങളെ നയിക്കാൻ ഒരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. എന്നാൽ മോശ പിന്നീട് കൽപ്പനകൾ എഴുതി വാങ്ങിയിട്ട് താഴോട്ട് വരുമ്പോൾ യോശുവയെ എവിടെയാണോ ഇരുത്തിയത് അവിടെ തന്നെ യോശുവ ഇരിക്കുന്നു. മോശ എവിടെയാണോ യോശുവയോട് ഇരിക്കാൻ പറഞ്ഞത് അതേ സ്ഥലത്ത് തന്നെ യോശുവ ഇരിക്കുകയാ. വിശ്വസ്തത വെളിപ്പെടുത്തിയ ഒരു യോശുവയെ മോശ മാത്രമല്ല അന്ന് കണ്ടത്, ഉയരത്തിലെ ദൈവം അന്ന് കണ്ടു. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തിയ ഒരു യോശുവയെ മോശ മാത്രമല്ല ദൈവം അന്ന് കണ്ടു. അന്നേ ദൈവം ആഗ്രഹിച്ചു ഇവനെ വലിയവനാക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വിശ്വസ്തനാണെങ്കിൽ ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ വലിയവനാക്കും. ഇന്ന് നമുക്ക് വിശ്വസ്തന്മാരെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് മിടുക്കന്മാരെ, ആത്മീയ ഗോളത്തിൽ മിടുക്കുള്ളവരെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഭാപരിപാലനത്തിനാകട്ടെ, ശുശ്രൂഷയ്ക്കാകട്ടെ, എല്ലാത്തിനും നമ്മൾ ആരെയാണ് ആഗ്രഹിക്കുന്നത്? മിടുക്കുള്ളവരെ, ബിരുദന്മാരെ. വിദ്യാഭ്യാസം, നല്ല സൗന്ദര്യം, ആരോഗ്യം, നല്ല കുടുംബ പശ്ചാത്തലം, വാക്ചാതുര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിടുക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം ഇവിടെ യോശുവയിൽ കണ്ടത് വിശ്വസ്തതയാ. മോശ എവിടെയാണോ ഇരുത്തിയിട്ട് പോയത്, താമസിച്ചിട്ടും താഴ്വരയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തെ മറന്നുള്ള ആരാധന, അതിൽ പോകാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഇടത്ത്, മോശ ഏൽപ്പിച്ച ഇടത്ത് വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന യോശുവയെ ദൈവം കണ്ടു. എന്താ യോശുവയെ ദൈവം ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വലിയവനാക്കുവാൻ കാരണം? യോശുവ വിശ്വസ്തനായിരുന്നു. ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നമ്മൾ വിശ്വസ്തരാണോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളിൽ നമ്മൾ വിശ്വസ്തരാണോ? പ്രമാണങ്ങളിൽ വിശ്വസ്തരാണോ? ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നമ്മൾ വിശ്വസ്തരാണോ? ആണെങ്കിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ദൈവം നിങ്ങളെ ഉയർത്തും.
മൂന്നാമത്തെ കാര്യം ദൈവം യോശുവയെ ഉയർത്താനുള്ള കാരണം, താഴ്വരയിൽ മോശ വരാൻ താമസിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ അഹരോന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ നയിപ്പാൻ ഒരു ദൈവത്തെ വേണം. ജനത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അഹരോൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊടുക്കുന്നു. കാളക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് താഴെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആരംഭിച്ചു. വലിയ ആരാധന. പക്ഷെ ആ ആരാധനയിൽ യോശുവ പങ്കുചേർന്നില്ല. അവന്റെ കുടുംബം വിഗ്രഹാരാധനയാണ്, വിഗ്രഹങ്ങളുടെ കൂട്ടാളികളാണ്. പക്ഷെ ഇവിടെ യോശുവ വിഗ്രഹത്തോട് എതിർത്ത് നിൽക്കുന്നു, ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിക്കുകയാണ്. ആരാധനയൊക്കെ കൊള്ളാം, പക്ഷെ ആരാധന നടുവിൽ വെളിപ്പെടുന്നത് വിഗ്രഹമാണെങ്കിൽ ഇല്ല, ഞാൻ അതിനോടില്ല, അത് ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് ബോധ്യമുള്ള യോശുവ അതിനോട് കൂട്ടുചേരാൻ നിൽക്കുകയാണ്. നമ്മൾ പറയുമ്പോൾ എളുപ്പമാണ് പറയാൻ, കാരണം മോശയുടെ കൈ കൂടെ നിന്ന ഒരുവനാണ് യോശുവ. മോശ ഇനിയും വരത്തില്ലെന്നാണ് ഇസ്രായേൽ മക്കൾ പറയുന്നത്. ഇനിയിപ്പോ ഈ ജനത്തോടുകൂടെ കൂടണം, അഹ്റോനോടുകൂടെ കൂടണം, ഇല്ലെങ്കിൽ യോശുവയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ യോശുവ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, സത്യാരാധനയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, വിഗ്രഹാരാധനയോട് കൂട്ടുചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ശ്രദ്ധിക്കണം, അവന്റെ കുടുംബം ഏതാണ്? വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാണ്. എന്നാൽ അവൻ വിഗ്രഹാരാധനയ്ക്കെതിരെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ദൈവമേ, ഈ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരാധനയിൽ വിഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാർ വിഗ്രഹങ്ങളായി മാറുന്നു, പ്രവാചകന്മാർ വിഗ്രഹങ്ങളായി മാറുന്നു, പാസ്റ്റർമാർ വിഗ്രഹങ്ങളായി മാറുന്നു, വർഷിപ്പ് ലീഡേഴ്സ് വിഗ്രഹങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവപ്രസാദം അവിടെ ഇല്ല. നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് കൂട്ടാളിയാകരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്. 2-ാം വാക്യം, മീതെ സ്വർഗത്തിലെങ്കിലും ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെയും പ്രതിമയെ അരുത്, അവയെ സേവിക്കോ നമസ്കരിക്കോ ചെയ്യരുത്. ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറ വരെ ഞാൻ മക്കളോട് ചോദിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ അവരുടെ ദയ കാണിക്കും. വിഗ്രഹങ്ങളോട് നിങ്ങൾ കൂട്ടാളികളാകരുത്. യോശുവയെ ദൈവം ഉയർത്താൻ കാരണം എന്താ? അവൻ വിഗ്രഹത്തോട് കൂട്ടാളിയായില്ല, വിഗ്രഹാരാധനയോട് അവൻ എതിർത്തു നിന്നു. മൂന്നാമത്തെ കാര്യം അതാണ്. 1, ദൈവസാന്നിധ്യത്തോടെ ചേർന്നിരുന്നു. 2, അവൻ വിശ്വസ്തനായിരുന്നു. 3, വിഗ്രഹാരാധനയോട് അവൻ ചേർന്നില്ല. നാലാമത്തത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ യുദ്ധമാണ്. ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തിട്ടില്ല. ആകെ യുദ്ധം അറിയാവുന്നത് മോശയ്ക്ക് മാത്രമാണ്. കാരണം മോശ യുദ്ധാഭ്യാസങ്ങളൊക്കെ കൊട്ടാരത്തിൽ നിന്ന് പഠിച്ചവനാണ്. എന്നാൽ ഇവിടെ യുദ്ധം നയിക്കുന്നത് യോശുവായ, ബാല്യക്കാരൻ യോശുവായ. മോശ കരമുയർത്തി പിടിച്ചു നിൽക്കുമ്പോൾ താഴ്വരയിൽ യുദ്ധം നയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയത്തിൽ ധൈര്യമുള്ളവൻ, പഠനത്തിന്റെ പിൻബലത്തിലല്ല, ആത്മാവിൽ ധൈര്യമുള്ളവനായിരുന്നു. ആര്? യോശുവ. ദൈവം ഇതിലെ നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം, ആത്മാവിൽ ധൈര്യമുള്ളവരായിരിക്കണം. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിച്ചാൽ ഭീരുക്കൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവർക്കുള്ള ഓഹരി കത്തുന്ന തീപ്പൊയ്കയാ, നരകമാണ്. അതിൽ ഒന്നാമത്തെ പ്രതിയുടെ പേര് പറഞ്ഞു കേട്ടോ. ഒന്നാമത്തെ പ്രതി ഭീരുക്കൾ. ഇന്ന് പെന്തക്കോസ്തിൽ അനേക ഭീരുക്കളുണ്ട്. ആത്മീയത്തിൽ ഒത്തിരി ഭീരുക്കളാ. സ്വർഗത്തിൽ പോകില്ല. നല്ല പ്രാർത്ഥനക്കാരായിരിക്കാം, ആരാധനക്കാരായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം. പക്ഷേ ആത്മീയത്തിൽ പുരുഷത്വം കാണിക്കാത്തവൻ സ്വർഗത്തിൽ പോകില്ല. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ പ്രതിയുടെ പേര് ഭീരുക്കൾ. എന്നാൽ യോശുവ നോക്കിയാൽ യോശുവ ധൈര്യമുള്ളവനായിരുന്നു. മുൻപിൽ നിന്ന് യുദ്ധം നയിക്കുവാൻ, ശത്രുവിനോട് പോരാടുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് എതിർത്തു നിൽക്കുവാൻ ധൈര്യമുള്ളവൻ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. പിശാചിനോട് പോരാടുന്നവരായിരിക്കണം ദൈവമക്കൾ. യോശുവ ധൈര്യമുള്ളവനായിരുന്നു. അടുത്തത് നമുക്കറിയാം, വാഗ്ദത്ത കനാൻ ഉറ്റുനോക്കുവാൻ മോശ 12 ഗോത്രത്തിലെ തലവന്മാരെ അയക്കുമ്പോൾ അതിൽ ഒരു തലവൻ യോശുവയായിരുന്നു. വാഗ്ദത്ത കനാൻ കണ്ടു, വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞു, നന്മകളൊക്കെ കണ്ടു, അവർ അതിശയപ്പെട്ടു. പക്ഷെ അവിടെയുള്ള ആളുകളെ കണ്ടിട്ട് 10 പേർ ഒരുമിച്ച് പറഞ്ഞു, ഇല്ല, നമുക്കിത് കിട്ടുകയില്ല. അവിശ്വാസത്തിന്റെ വാക്ക് അവർ പറഞ്ഞു, ഇല്ല, നമ്മൾ ഇവിടെ വരെ വന്നത് വ്യർത്ഥമായി, നമുക്ക് ഈ വാഗ്ദത്ത കനാൻ നാട് കിട്ടുകയില്ല. എന്നാൽ അവരെ അമർത്തിക്കൊണ്ട്, അവരുടെ വാക്കുകളെ അമർത്തിക്കൊണ്ട് യോശുവയും കാലേബും പറഞ്ഞു, ഇല്ല, ദൈവത്തിനെല്ലാം കഴിയും. ദൈവം ഇതിലെ അവിശ്വാസത്തെ അമർത്തി വിശ്വാസത്തിന്റെ ജയത്തിന്റെ പ്രഖ്യാപനം നടത്തിയവനാണ് യോശുവ. എന്താ യോശുവയെ തെരഞ്ഞെടുത്തത്?
അവിശ്വാസത്തെ അമർത്തിക്കൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചവൻ. വിടുതൽ പറയട്ടെ, നമുക്കറിയാം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ശേഖേമിൽ വാഗ്ദത്ത കനാൻ നാട്ടിൽ ചെന്നു. എല്ലാ അനുഗ്രഹങ്ങളും, നീ കെട്ടാത്ത കെട്ടിടങ്ങളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ അധ്വാനിക്കാത്ത നന്മകളും എല്ലാം ദൈവം കൊടുത്തു. എല്ലാം വീതം വെച്ച് കർത്താവ് യോശുവയുടെ പറഞ്ഞതുപോലെ യോശുവ വീതം വെച്ച് കൊടുത്തു. കർത്താവ് പറഞ്ഞതുപോലെ യോശുവ വീതം വെച്ച് കൊടുത്തു. എന്നിട്ട് എല്ലാവരെയും ശേഖേമിൽ വിളിച്ചു കൂട്ടിയിട്ട് യോശുവ പറയുന്നൊരു കാര്യമുണ്ട്. ഈ നന്മയൊക്കെ അനുഭവിക്കുന്നത് നല്ലതാണ്, ദൈവം തന്നതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇവിടെ അനേക ദേവന്മാരുണ്ട്, ദൈവങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തെ നിങ്ങൾ മറക്കരുത്. ഇനി ഞാൻ എന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം പറയാം. നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവം ഇതിലെ നന്മയുടെ നടുവിലും ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചവൻ യോശുവ. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നവൻ യോശുവ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ പ്രത്യേകതകൾ കണ്ടോ? ഇതുകൊണ്ടാ യോശുവയെ ദൈവം ഇസ്രായേൽ മക്കൾ കാണുക വലിയവനാക്കിയത്. കുടുംബം വിഷയമല്ല, പശ്ചാത്തലം വിഷയമല്ല, പാരമ്പര്യം വിഷയമല്ല. നിന്നെ വലിയവനാക്കുവാൻ കർത്താവിന് കഴിയും. 2017 നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ വലുതാക്കുവാൻ ദൈവത്തിന് കഴിയും. ആർക്കും തർക്കുവാൻ കഴിയാത്ത തരത്തിൽ തന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ നിന്നിൽ ഈ പ്രത്യേകത ഉണ്ടായിരിക്കണം. യോശുവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ദൈവസാന്നിധ്യം വിട്ടുപിരിയാതെ ഇരുന്നവൻ. രണ്ടാമത്, വിശ്വസ്തൻ. മൂന്നാമത്, വിഗ്രഹാരാധനയോട് കൂട്ടാളിയാകാതിരുന്നവൻ, ഉപദേശത്തിൽ നിന്നവൻ. 4, ധൈര്യമുള്ളവൻ. 5, അവിശ്വാസത്തെ അമർച്ച ചെയ്ത് വിശ്വാസം പ്രഖ്യാപിച്ചവൻ. 6, നന്മയുടെ നടുവിലും ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിന്നവൻ. നന്മയേക്കാൾ നന്മ തന്ന ദൈവത്തിൽ വിശ്വസിച്ചവൻ. ഈ 2017 ഞാൻ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിന്നെ വലിയവനാക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്നിലുള്ള പ്രത്യേകതകൾ കണ്ട് നിന്റെ കുടുംബ പശ്ചാത്തലം മറന്ന് നിന്നെ വലിയവനാക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്ക്, ഉപദേശത്തിൽ ഉറച്ചു നിൽക്ക്. പ്രസംഗിക്കുന്നവരെ നിങ്ങൾ ഉപദേശിമാരായി മാറ്, ഉപദേശത്തെ ഉറപ്പിക്കുന്നവരായി തീരട്ടെ. വിശ്വാസ സമൂഹമേ, നിങ്ങൾ ശിഷ്യന്മാരായി മാറ്, വചനത്തിൽ വാസ്തവമായി നിലനിൽക്കുന്നവരായി തീരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരും കാണുകയും വലിയവനാക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.